ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രോമോ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ക്യാപ്റ്റന്മാരെ പറ്റിയാണ് ചർച്ച കേട്ടോ. ക്യാപ്റ്റന്മാരെ പറ്റി ഇന്ന് ലാലേട്ടൻ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി, അതാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ഇതുവരെ ഉണ്ടാകുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആണെന്ന് അനീഷ് പറയുന്നുണ്ട്. ഷാനവാസ് എണീറ്റിട്ട് പറയുന്നുണ്ട് വളരെ മോശം എന്ന് പറയുന്നു. അനുമോൾ എണീറ്റിട്ട് പറയുന്നു ഞാൻ ഇവരെ ക്യാപ്റ്റനായിട്ട് പോലും കണക്കാക്കിയിട്ടില്ല എന്ന്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആദിൽ എണീറ്റിട്ട് പറയുന്നുണ്ട് ഇതാണ് ഇതിനകത്ത് ഏറ്റവും പഞ്ച് ഡയലോഗ് കേട്ടോ, 3 പാഴ്മരങ്ങൾക്ക് തുല്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം, എന്താണ് അക്ബറിനെ എണീപ്പിച്ച് നിർത്തിയിട്ട് എന്താണ് അക്ബർ, എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ അക്ബറിന് തന്നതാണ് എന്ന് പറയുന്നുണ്ട്. എന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ അക്ബറിന് തന്നതാണെന്ന് ഇത് ലാലേട്ടൻ റെക്കമെൻഡ് ചെയ്തെന്ന് തോന്നുന്നു. 3 പേരെ ക്യാപ്റ്റൻ ആക്കി നോക്കാം എന്ന് പറഞ്ഞ് ലാലേട്ടൻ എന്തെങ്കിലും റെക്കമെൻഡേഷൻ കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, മേ ബി, പറയാൻ പറ്റില്ല. അപ്പോ അക്ബർ വായും പൂട്ടി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒന്നും വേണ്ടതില്ല, ചിരിയും ചിരിച്ച് നിൽക്കുകയാണ്. ഇവര് 3 പേര് ഇത് കേട്ടിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. 3 പേര്, അതെ, ആര്യനാണെങ്കിലും നെവിനാണെങ്കിലും അക്ബറാണെങ്കിലും 3 പേര് ഇരുന്ന് കേട്ടിരുന്ന് ചിരിക്കുന്നുണ്ട്. അക്ബറിന് ഉത്തരവൊന്നും ഇല്ല, അക്ബറിന്റെ വാ അടഞ്ഞു പോയി. ലാലേട്ടൻ പറയുന്നുണ്ട് ഒരാൾക്ക് പോലും നല്ല അഭിപ്രായം ഇല്ലല്ലോ നിങ്ങളെ പറ്റി, ഒരാൾക്ക് പോലും നല്ല അഭിപ്രായം ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ കിച്ചൺ ടീമിലെയും കൂടി ആയിരുന്നു ഇവര് 3 പേരും കിച്ചൺ ഡ്യൂട്ടിയും കൂടി ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്രയും മോശമാകാനായിട്ടുള്ള ഒരു കാരണം. ഇവര് ടീം ഡിവിഷനൊക്കെ നടത്തി നേരെ ഈ ഒരു ക്യാപ്റ്റൻസി നടത്തിക്കൊണ്ട് പോവായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ഇച്ചിരി പേരെങ്കിലും 2-3 പേരെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞേനെ. സാബുമാനും അനീഷും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞേനെ. അനീഷ് പൊതുവെ നല്ല അഭിപ്രായം പറയാൻ മടിക്കാത്ത ഒരാളാണ്. ഈ ഒരു കേസിൽ അത്രയ്ക്ക് മോശമായിരുന്നത് കൊണ്ട് തന്നെയാണ് മോശമാണെന്ന് പറയുന്നത്. അതൊരു പോയിന്റ് എത്തിയപ്പോ നെവിനും അക്ബറും ആര്യനും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് ലൈവിനകത്ത്. ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോ എന്തായാലും ഇവര് മോശമാണെന്നേ പറയുള്ളൂ, അപ്പൊ നമുക്കങ്ങ് തകർക്കാം, നമുക്കിത് എന്തായാലും നനഞ്ഞു കയറി ഇനി കുളിക്കാം എന്നുള്ള രീതിയിലാണ് ഇവര് നിന്നത് കേട്ടോ. ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഇവർ ആ രീതിയിൽ തന്നെയാണ് നിന്നത്. ലാലേട്ടൻ വന്ന് ചോദിക്കും, എല്ലാവരും മോശമാണെന്ന് പറയും. അതാണ് ഇവർക്ക് വലിയ സർപ്രൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ 3 പേർക്കും അതെ, ടീം ഡിവിഷൻ നേരെ നടത്തിയിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി അതൊന്നും പരിഹരിക്കാൻ ഇവരാരും ശ്രമിച്ചിട്ടില്ല. വെറുതെ ഓരോ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിട്ട് അനീഷിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനൊക്കെ പുറമെ അക്ബറും നെവിനും ആര്യന് സ്വന്തം വയറ് നിറയ്ക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഉള്ള വേറുള്ളവരുടെ വയറ് നിറയ്ക്കാനോ അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ് ഫുഡ് കൊടുക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇവര് കിച്ചൺ ടീം തന്നെ ഇത്രയ്ക്ക് പോക്കായിരുന്നുണ്ടെങ്കിൽ വേറെ ടീമൊക്കെ എങ്ങനെ അവരുടെ ഡ്യൂട്ടീസ് ചെയ്യും? ഒരു വീടിന്റെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞ കിച്ചൺ ടീം ആണല്ലോ. ബിഗ് ബോസ് വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെയിൻ ഒരു സ്ഥലം എന്ന് പറയുന്നത് കിച്ചൺ ആണ്. അപ്പൊ അവിടെ ആ ഡ്യൂട്ടി ഇവർ ഏറ്റെടുത്തപ്പോഴേ തീർന്നു. ഈ 3 പേര് ഏറ്റെടുത്തപ്പോഴേ തീർന്നു. ഫസ്റ്റ് ഡേ തന്നെ അവര് ഫുഡ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല, 2 നേരെ ഫുഡ് കൊടുത്തുള്ളൂ. അപ്പൊ അവിടെ തന്നെ എല്ലാം തീർന്നു. അവിടുന്നാണ് വഴക്കുകളുടെ ഒക്കെ ഒരു തുടക്കം. വഴക്കുകളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത് അവിടുന്നാണ്. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.